റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്ത് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് OLX ആപ്പിലൂടെ തട്ടിപ്പ്. 6 ലക്ഷം രൂപ ബന്ധപ്പെട്ട പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾക്ക് നൽകിയാൽ തൊഴിൽ നൽകാമെന്നാണ് വാഗ്ദാനം. 20നും 45നും ഇടയിൽ പ്രായമുള്ളവരെയാണ് തട്ടിപ്പിനിരയാക്കാൻ സംഘം ശ്രമിക്കുന്നത്. 1.5 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികകളിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് OLX ആപ്പിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പ്. തട്ടിപ്പ് സംഘത്തിന്റെ ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്കതൊന്ന് കേൾക്കാം. ഒരാൾ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ആ ആളെ പിന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല. കാരണം ഒന്നാമത് ഗവൺമെൻറ്റിൻ്റെ പോർട്ടിൻ്റെ കീഴിൽ വരുന്ന ഗവൺമെൻറ് ജോലി പോലെയുള്ളൊരു ജോലിയാണ്. അപ്പം ഈ പൈസ വാങ്ങുന്നത് ഇത് ചെയ്തു തരുന്ന പൊളിറ്റീഷ്യൻസാണ്. 80 രൂപ 1 രൂപ അടുത്ത് ഇത് 80 രൂപ എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. ഈ പോർട്ട് ഫങ്ഷൻ ചെയ്തേ ഉള്ളൂ, അറിയാമല്ലോ. 1 വർഷം 2 വർഷമാകുമ്പോഴത്തേക്കും പോർട്ട് ലാഭത്തിലാവും. പോർട്ടിനെ സംബന്ധിച്ച് പോർട്ട് ലാഭത്തിലാവുന്നതനുസരിച്ച് സാലറി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം 4 വേക്കൻസി കൂടെ ഉള്ളൂ. ഏകദേശം 10,000-ഓളം ജോലിക്കാർ ഇപ്പോൾ ഓൾറെഡി വിഴിഞ്ഞത്ത് കയറി കഴിഞ്ഞു. അതാണ് പോർട്ട് ഇപ്പോൾ ഫങ്ഷനിങ് ആണ്. പക്ഷെ 6 ലക്ഷം രൂപയോളം പാർട്ടിക്ക് ഫണ്ടിങ് ഉണ്ട്. അതേത് പാർട്ടിയാണെങ്കിലും അത് എല്ലാ പാർട്ടികൾക്കും ലിമിറ്റഡ് സീറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ CPM, CPI, ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് M, പിന്നെ BJPക്കും കുറച്ച് സീറ്റുകളുണ്ടായിരുന്നു. എല്ലാ സീറ്റുകളും പൈസ കൊടുത്താണ്. 10-15 ലക്ഷം രൂപയ്ക്ക് വരെയാണ് പല പാർട്ടികളും സീറ്റ് കൊടുത്തിരിക്കുന്നത്. ജോലി 100% സ്ഥിരമാണ്. 60. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. OLX വഴിയുള്ള ഒരു ജോലി വാഗ്ദാനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ OLXൽ സാധനങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ വാങ്ങാനായി നോക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് അല്ലേ? അപ്പോൾ OLX ആപ്പിലൂടെ തൊഴിൽ വാഗ്ദാനം വരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു അസ്വാഭാവികത ആർക്കും തോന്നിയില്ല. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? എത്ര പേർ ഇരയായിട്ടുണ്ടാകും? സുജയ, നിലവിൽ ഈ OLXൽ ഇത് ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നമ്മൾ മറ്റൊരു വാട്സപ്പ് അക്കൗണ്ട് വഴിയാണ് ഇവരെ ബന്ധപ്പെട്ടത്. നിലവിൽ OLXൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ വിവരം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 20നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ജോലിക്കായിട്ട് ഇവർ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇവർ ആവശ്യപ്പെടുന്നത് 8ാം ക്ലാസ് വരെ യോഗ്യതയുള്ളവർക്ക് ഈ ജോലിയിൽ അപേക്ഷിക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഇവർ പേര് പറയാതെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഈ തുക കൈമാറേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ 6 ലക്ഷം രൂപ കൈമാറിയാൽ ഈ ജോലി ലഭിക്കും. 80,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വേതനം ലഭിക്കുന്ന ഒരു ജോലിയാണ് നിലവിൽ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഇപ്പോൾ ശ്രമം അല്ലെങ്കിൽ അത്തരമൊരു തട്ടിപ്പിന് ഒരു ആരംഭം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത ഒരുപക്ഷെ നമ്മൾ OLX വഴിയുള്ള ഒരു തട്ടിപ്പ് ഒരുപക്ഷെ സുജയ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ വരുന്ന മലയാളികളും ആദ്യമായിട്ടായിരിക്കാം കേൾക്കുക. പക്ഷേ മുൻപും ഇത്തരത്തിൽ സമാനമായിട്ട് വിമാനത്താവളത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞൊക്കെ ഈ വാട്സപ്പ് വഴിയും ഓൺലൈൻ വഴിയൊക്കെ ചില ജോലികൾ തട്ടിപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് OLX വഴി OLXനെ ഒരു മാധ്യമമാക്കിയിട്ട് അല്ലെങ്കിൽ തട്ടിപ്പിനെ ഒരു മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം മുൻപ് ഈ വിസിലിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ദിവ്യ SIR ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. നേരത്തെ പൂവാർ സ്വദേശി ഇത്തരത്തിൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തൊഴിൽ തട്ടിപ്പിന് ശ്രമിച്ചിരിക്കുകയും ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ദിവ്യ SIR പ്രത്യേകിച്ചും ഈ തൊഴിൽ നൽകുന്നത് ഏത് സാഹചര്യത്തിലൂടെയാണെന്ന് പ്രത്യേകിച്ചും അറിയിച്ചിരുന്നു. അത് കൃത്യമുള്ള റിക്രൂട്ട്മെന്റ് നടത്തിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് ജോലി നൽകുന്നത്. ഇതിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ എല്ലാ പൊളിറ്റീഷ്യൻ പാർട്ടികൾക്കും ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ സംഭരണം ചെയ്തിട്ടുള്ള ചില സീറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളിൽ കൃത്യമായിട്ട് ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ 1-2 ഘട്ടങ്ങളിലായിട്ട് ഈ 6 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ ജോലി ലഭിക്കും. അത് സ്ഥിര നിയമനമാണ്. താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടുന്ന ഒരു സിസ്റ്റം അല്ല. സ്ഥിരമായി ജോലി നൽകും. അതിൽ ഇത് തട്ടിപ്പാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. നടക്കുന്നുണ്ടോ ഇപ്പോൾ അരുൺ സോളമൻ? അതാണ് നമുക്ക് അറിയേണ്ടത്. വലിയൊരു തട്ടിപ്പാണല്ലോ. അപ്പോൾ ഇത്രയും പേരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേസായിട്ടുണ്ടോ? അങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ടോ? കേസ് കൊടുക്കാൻ ഈ തട്ടിപ്പിനിരയായവർ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ എന്താണ്? നിലവിൽ സുജയ ഈ വർഷം ജനുവരി ആദ്യമാണ് പൂവാർ സ്വദേശി ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാവുകയും അദ്ദേഹം റിമാൻഡിലാവുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ OLXനെ ഒരു മാധ്യമമായി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ പൂവാർ സ്വദേശി വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഒരു ഷോപ്പ് ഇട്ടുകൊണ്ട് ആ ഷോപ്പിൽ വെച്ചാണ് ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. ഇതിന് പിന്നാലെയാണ് പലരും ഇത് തട്ടിപ്പിന് തങ്ങൾ ഇരയായി എന്നുള്ള വിവരം
അറിയുകയും അത് പോലീസിൽ വിവരം അറിയിച്ച് അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ നിലവിൽ OLX വഴി ഈ തട്ടിപ്പ് ആരംഭിച്ച വിവരം നിലവിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ റിപ്പോർട്ടർ വഴിയായിരിക്കാം ഈ വാർത്ത ആദ്യം കേരളത്തിലെ മുഴുവൻ വരുന്ന പ്രേക്ഷകർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഇത് വെക്കുകയാണ്. തട്ടിപ്പുകാർ എല്ലായിടത്തുമുണ്ട്. OLX ആപ്പിൽ നിങ്ങൾ ഒരു സാധനം വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ആയിരിക്കാം, പക്ഷേ അതിലും നിങ്ങളെ ആപ്പിലാക്കുന്ന ഇത്തരം ചതിക്കണികൾ കാത്തിരിക്കുന്നുണ്ട്. അധികൃതർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. ഈ തട്ടിപ്പുകാരുടെ ശബ്ദരേഖയടക്കം ഈ പണം നഷ്ടപ്പെട്ടവരുടെ കയ്യിലുണ്ട്. റിപ്പോർട്ടർ ഇപ്പോൾ അത് പുറത്തുവിടുകയാണ്. നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അരുൺ സോളമനാണ് ഈ വാർത്തയുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ പറ്റിക്കുമ്പോൾ നമുക്കതങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ? അവർക്കൊപ്പം നമ്മൾ നിൽക്കുക തന്നെ വേണം. തട്ടിപ്പുകാരൊക്കെ കുടുങ്ങട്ടെ.